അപ്പൊ നമുക്കൊക്കെ സ്വജനപക്ഷപാതം ഉണ്ടാവുമല്ലോ. അത് ഈ സിനിമയുടെയും സിനിമാ നടന്മാരുടെയും കാര്യത്തിലേക്ക് എടുത്താൽ നമ്മൾ കുഞ്ഞുനാൾ മുതൽ കണ്ടിഷ്ടപ്പെട്ട നടന്മാരെ അന്യദേശത്തുള്ള ആളുകൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അംഗീകരിച്ചില്ലെങ്കിലും നമുക്ക് അവരോടുള്ള സ്നേഹം കുറയുകയില്ല. സോ ഈ ഒരു സിമ്പിൾ ലോജിക്ക് മനസ്സിലാക്കുന്ന ആർക്കും ഇതര ഭാഷകളിലെ അഭിനേതാക്കൾ അവിടെ എങ്ങനെ വലിയ വലിയ താരങ്ങളായി എന്നും എങ്ങനെ അവിടെ കൾട്ട് ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്തു എന്നും മനസ്സിലാക്കാൻ സാധിക്കും. സോ അങ്ങനെ ഒരാളെ പറ്റിയാണ് ഈ വീഡിയോ. നിലവിലെ ആന്ധ്രാപ്രദേശ് ഡെപ്യൂട്ടി സിഎം പവൻ കല്യാണിനെ കുറിച്ച് 1996 അവിടുത്തെ മെഗാസ്റ്റാർ ചിരഞ്ജീവിയുടെ അനിയൻ എന്ന ലേബലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഇദ്ദേഹം അടുത്ത 5 വർഷങ്ങൾ കൊണ്ട് 6 സിനിമകളിലൂടെ ഒരു കൾട്ട് ഫാൻ ബേസ് തന്നെയാണ് ഉണ്ടാക്കിയെടുത്തത്. യെസ്, 2000ന്റെ തുടക്കത്തിലെ ബദ്രി, ഖുഷി പോലുള്ള സിനിമകൾ ഇറങ്ങുന്ന സമയമാകുമ്പോഴേക്ക് മെഗാസ്റ്റാറിന്റെ അനിയൻ എന്ന ലേബലിൽ നിന്ന് മാറി സ്വന്തമായ ഒരു ഐഡന്റിറ്റിയും ഫാൻ ഫോളോയിങ്ങും ഇദ്ദേഹം നേടിയെടുത്തു. ആളുടെ സിനിമകളിലെ ഡ്രസ്സിങ്ങും ഹെയർ സ്റ്റൈലും ആറ്റിറ്റ്യൂഡും മാനറിസംസും അവിടുത്തെ യുവാക്കളെ സ്വാധീനിക്കുകയും തന്മൂലം ആളൊരു വലിയ ട്രെൻഡ് സെറ്ററായി മാറുകയും ചെയ്തു. എന്നാൽ ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ ഒരു ലെവലിലെത്തിയ അദ്ദേഹത്തിന് അടുത്ത 10 വർഷക്കാലം, യെസ് ലിറ്ററലി 10 വർഷം ഒരു ഹിറ്റ് പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. പക്ഷേ ഈ ഒരു ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ ആരാധക വൃന്ദം അദ്ദേഹത്തിനൊപ്പം നിന്നു. അങ്ങനെ ഒടുക്കം 2012 ഹിന്ദി ബ്ലോക്ക് ബസ്റ്റർ ദബാങ്ങിന്റെ റീമേക്കായ ഗബ്ബർ സിംഗ് എന്ന സിനിമയിലൂടെ ഇദ്ദേഹം ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തി. 10 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ. തെലുഗു സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചുവരവുകളിൽ ഒന്ന്. തൊട്ടടുത്ത വർഷം 2013 ത്രിവിക്രം ശ്രീനിവാസിന്റെ അത്താരിൻഡി ദാരേദി എന്ന സിനിമയിലൂടെ മഗധീര കൈയടക്കി വെച്ചിരുന്ന തെലുങ്കിലെ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന റെക്കോർഡും തകർത്തെറിഞ്ഞു. തന്റെ തിരിച്ചുവരവിലെ രണ്ടാമത്തെ ബ്ലോക്ക് ബസ്റ്റർ. എന്നാൽ ഇതിനുശേഷം 2025 വരെ അദ്ദേഹത്തിന്റേതായ 8ഓളം സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും അതിൽ 2 സിനിമകളാണ് വിജയം കണ്ടത്. ഒന്ന് ഹിന്ദിയിലെ പിങ്ക് എന്ന സിനിമയുടെ റീമേക്കായ വക്കീൽ സാബ്, മറ്റൊന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട ഭീംല നായക് അഥവാ അയ്യപ്പനും കോശിയും ഓൺ സ്റ്റിറോയിഡ്സ്. ബേസിക്കലി നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അവർ സിനിമ എടുക്കുന്നത് അവിടുത്തെ ഓഡിയൻസിന് വേണ്ടിയാണ്. അതിപ്പോ ഒറിജിനൽ ആണെങ്കിലും റീമേക്ക് ആണെങ്കിലും അവർ അവരുടെ ഫ്ലേവർ ചേർത്തെടുക്കും. ദാറ്റ്സ് ഓൾ. ഇതിനിടയിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമാവുകയും ആ യാത്ര ആന്ധ്രാപ്രദേശിന്റെ ഉപമുഖ്യമന്ത്രിയാവുന്നതിൽ കലാശിക്കുകയും ചെയ്തു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഹിം. ആന്ധ്രക്കാരുടെ സ്വന്തം പവർ സ്റ്റാർ പവൻ കല്യാൺ.